ഹലോ ഹായ്. അപ്പോൾ ഞാനും തക്കടും കൂടെ പോകാൻ പോകുന്നുണ്ട്. അപ്പോൾ തക്കടുവിനെ അംഗൻവാടിയിലാക്കണം. അതുകൊണ്ട് അപ്പോൾ എനിക്ക് പാക്ക് ചെയ്ത സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കട്ടെ. അതുകൊണ്ട് അതൊക്കെ കടയിൽ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇതൊക്കെ കടയിൽ കൊണ്ട് കൊടുക്കണം. അപ്പോൾ തക്കടുവിനെ അംഗൻവാടി വിട്ടിട്ട് ഇതിപ്പോൾ കൊടുക്കില്ല, വൈകിട്ട് കൊടുക്കുള്ളൂ. ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല, ജോലിക്ക് പോകണം. കുറേ ന്യൂ മെമ്പേഴ്സ് എൻ്റെ ഗ്രൂപ്പിൽ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പേര് ഷമീറ, പാലക്കാട് ജില്ലയിലാണ് കേട്ടോ താമസം, കല്ലേക്കാടാണ്. അപ്പോൾ ഞാനൊരു പാക്കിങ്ങിൻ്റെ ബിസിനസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ ഇപ്പോൾ സൺസ്മാർട്ട് ബിൽഡേഴ്സ് എന്ന് പറയുന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റിൻ്റെയും ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പാക്ക് ചെയ്ത സാധനങ്ങൾ ഞാൻ ഓഫീസിൽ പോയിട്ട് തിരിച്ച് വരുമ്പോഴാണ് കേട്ടോ കടയിലൊക്കെ കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ സൺസ്മാർട്ട് ബിൽഡേഴ്സിൻ്റെ മെയിൻ ഓഫീസ് കോയമ്പത്തൂരാണുള്ളത്. കോയമ്പത്തൂർ ഓഫീസിൻ്റെ MD ആയിട്ടുള്ള ശരവണ സാറിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞങ്ങൾ കുറച്ച് ഊണ് മേടിച്ചിട്ട് വഴിയിലൊക്കെ ഇരിക്കുന്ന പാവപ്പെട്ട കുറേ ആളുകൾ കാണുമല്ലോ, അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കാനായിട്ട് പോയതാണ്. അപ്പം ഞാൻ എൻ്റെ വ്ളോഗ് ഇടുന്ന കൂട്ടത്തിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ ചെയ്തതേ ഉള്ളൂ. അങ്ങനെ ഫുഡുകളൊക്കെ കൊടുത്തു തീർന്ന് ഞങ്ങൾ ഓഫീസിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വർക്ക് കഴിഞ്ഞപ്പം ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് കടയിലൊക്കെ സാധനങ്ങൾ കൊടുക്കാനായിട്ട് വന്നതാണ്. ടൗണിൽ കുറച്ച് കടകളുണ്ട്, അതുപോലെ മാർക്കറ്റിനകത്ത് കേട്ടോ. അപ്പോൾ ഈ ബിസിനസ്സാണ് ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയ്ക്കൂടെയാണ് ഈ ഒരു സൺസ്മാർട്ട് ബിൽഡേഴ്സിൽ വർക്കിന് കയറുന്നത്. കുറേ പേര് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, ബിസിനസ് തുടങ്ങാൻ എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്നൊക്കെ. മുന്നേ നമ്മൾ കുറേ പേർക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് കുറേ പേര് ബിസിനസ്സും ചെയ്ത് മൂടും തട്ടിയിട്ട് പോയി. നമ്മുടെ വീഡിയോസൊന്നും പിന്നെ അവർ കാണുന്നത് പോലും ഇല്ല കേട്ടോ. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ മനുഷ്യ സഹജമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോഴത്തെ ഈ ബിസിനസ്സിൻ്റെ ഒരു അവസ്ഥ, സാധനങ്ങളൊക്കെ റേറ്റ് കൂടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഈ യുദ്ധം വന്നതുകൊണ്ട് കവറിനും പ്ലാസ്റ്റിക് ഐറ്റംസിനൊക്കെ റേറ്റ് കൂടിയെന്നും പറഞ്ഞ് കവറിനൊക്കെ റേറ്റ് കൂട്ടിയിട്ടുണ്ട്. ഈ കട ഞാൻ സ്ഥിരമായിട്ട് സാധനങ്ങൾ കൊടുക്കുന്ന കടയാണ്. അപ്പോൾ ഇവിടെ ഹോൾസെയിൽ കച്ചവടക്കാരാണ് ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്. ലൈൻ സപ്ലൈക്കുള്ളവരും അതുപോലെ കടകളിലേക്കൊക്കെയാണ് എടുത്തുകൊണ്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ധാരാളം വെറൈറ്റി മിഠായികളാണ് ഉള്ളത് ഇവിടെ. ഫ്രൂട്ട് സെയിൽ തുടങ്ങാനെന്നും പറഞ്ഞ് ഒരു എൻക്വയറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ബോർഡ് ഐറ്റംസൊക്കെ വെച്ചിട്ട് റൂട്ട് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ലാഭം ഉണ്ടാവുമെന്നാണ് അവർ ചോദിച്ചത്. ബോർഡ് ഐറ്റംസ് മാത്രം വെച്ചിട്ട് റൂട്ട് സെയിൽ തുടങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ലാഭം കിട്ടുമെന്നൊന്നും എനിക്കിപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പറയാൻ പറ്റില്ല. അതിൻ്റെ കൂട്ടത്തിൽ വേറെയും കുറേ ഐറ്റംസൊക്കെ ആഡ് ചെയ്ത് വേണം സെയിൽ ചെയ്യാനായിട്ട്. വണ്ടിയിലൊക്കെ കൊണ്ടുപോകുമ്പം നമുക്ക് അത്യാവശ്യം ലാഭം കിട്ടുന്ന ഐറ്റംസൊക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്തിട്ട് വേണം റൂട്ട് സെയിൽ നടത്താനായിട്ട്. ഏപ്രിൽ 1 എടുത്തു വെച്ച വീഡിയോ കേട്ടോ. ഏപ്രിൽ 1 നമ്മളിപ്പോൾ പണ്ടത്തെ കണക്ക് ആരെയും ഏപ്രിൽ ഫുൾ ആക്കാനൊന്നും പറ്റില്ല. പിന്നെ അപ്പോൾ ഏപ്രിൽ 1 ഈ സീലിംഗ് മെഷീനിൽ ഡേറ്റ് 1 പണ്ടത്തെ ഏപ്രിൽ ഫുൾ ആക്കിയ കുറേ കഥകളൊക്കെ മനസ്സിലേക്ക് ഓടി വന്നത്. പണ്ടൊക്കെ ഉറക്കം എണീറ്റ് വരുന്ന ഉടനെ വീട്ടിലുള്ള ആരെങ്കിലുമൊക്കെ നമ്മളെ ഫുള്ളാക്കും. എന്നിട്ട് അത് ഓർത്ത് വെച്ച് നമ്മൾ പോയി ആരെങ്കിലുമൊക്കെ ഫുള്ളാക്കും. അങ്ങനെയൊക്കെ ഒരു രസമായിരുന്നു അന്നത്തെ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഇവിടെ വയ്ക്കുന്നത് ചെറിയും നാരങ്ങ മിഠായി കേട്ടോ. അപ്പോൾ 10 പോട് ചെറിയും 10 പോട് നാരങ്ങ മിഠായിയാണ്. ഇതിൽ ഡേറ്റൊക്കെ സീൽ ചെയ്യണം. അപ്പോൾ പാക്ക് ചെയ്തെടുത്തുനിന്ന് അങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ട് ഡേറ്റ് സീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അതിൽ ഡേറ്റൊക്കെ സീൽ ചെയ്തിട്ടാണ് കേട്ടോ വയ്ക്കുന്നത്. ഇവിടെയൊക്കെ സാധനങ്ങൾ കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് കടയിൽ സാധനങ്ങൾ തീർന്നോ, ബാലൻസ് ഇരിപ്പുണ്ടോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. അപ്പം ഞാൻ ജോലിക്ക് പോയിട്ട് തിരിച്ച് വരുന്ന സമയത്ത് കയറി നോക്കും, കഴിഞ്ഞോ, തീർന്നത് വെക്കാറായോ എന്നൊക്കെ നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് മൊത്തം ബോർഡ് ഐറ്റംസാണ് കേട്ടോ. ഒരുപാട് ബോർഡ് ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ കടല ഐറ്റംസാണ് കാണുന്നതൊക്കെ. അങ്ങനെ അവിടെ ആ സാധനങ്ങളൊക്കെ വെച്ച് തന്നപ്പോഴത്തേനും അടുത്തൊരു കടയിൽ സാധനങ്ങൾ വെക്കാനായിട്ട് വന്നതാണ്. പിന്നെ ചില സാധനങ്ങളൊക്കെ എക്സ്പയർ ആവും കേട്ടോ, ഡേറ്റ് എക്സ്പയർ ആവും. അതിനു മുമ്പ് തീർന്നില്ലെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കും. എല്ലാ കടകളൊന്നും ഈ ഐറ്റംസ് ഒരുപോലെ പോയെന്ന് വരില്ല കേട്ടോ. ചില കടകളിൽ കച്ചവടം കുറച്ച് കുറവായിരിക്കും, ചില സമയത്ത് നല്ല മൂവിങ് ആയിരിക്കും. അപ്പോൾ എക്സ്പയർ ആയത് നമ്മൾ റിട്ടേൺ എടുക്കും, എന്നിട്ട് വേറെ വെച്ച് കൊടുക്കും കേട്ടോ.
ഇനി വേറൊരു കാര്യം കൂടെ പറയാമെന്ന് വിചാരിച്ച്, എൻ്റെ യൂട്യൂബ് ചാനലിൽ 9700 സബ്സ്ക്രൈബറാണ് ഇപ്പോൾ ഉള്ളത്. 10,000 സബ്സ്ക്രൈബർ ആവുമ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് സ്ഥിരമായി വാച്ച് ചെയ്ത് എനിക്ക് കമൻ്റ് ഇടുന്ന സബ്സ്ക്രൈബേഴ്സിന് ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടാൽ മാത്രം എനിക്കറിയില്ല, കമൻ്റ് ഇടുന്ന ആളുകളെ മാത്രമേ എനിക്ക് അറിയുന്നത്. അതുകൊണ്ട് ഞാൻ കാണാറുണ്ടെന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇട്ടൊരു കാര്യമില്ല. എനിക്ക് കമൻ്റ് ഇടുന്ന കുറച്ച് വ്യക്തികളുണ്ട്, അവരിനെയൊക്കെ എനിക്കറിയാം. അപ്പോൾ അവർക്കാണ് ഞാൻ ഈ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇനി തൊട്ട് കാണുന്നവർക്കും നമ്മൾ എല്ലാ മാസവും നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത്, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റൊക്കെ അറിയിക്കണം. അപ്പോൾ അതിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി തൊട്ട് കണ്ടാലും മതി. ഇതുവരെ കണ്ടവർക്ക് ഞാൻ ഇൻഷാ അള്ളാ 10,000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പം ഞാൻ കൊടുക്കുന്നതായിരിക്കും. പാക്ക് ചെയ്ത സാധനങ്ങളെല്ലാം കടയിൽ കൊടുത്തു തീർന്ന് ഇനിയിപ്പം പാക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി സാധനങ്ങൾ അവിടെ കടയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പാക്ക് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ദാണ്ട ഇങ്ങനെ ഓരോ കിലോ പാക്കറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാനിതെല്ലാം എനിക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സാധനങ്ങളൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ നിന്ന് സഞ്ചി എടുക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ദാണ്ട ആരോ വണ്ടിയിൽ തുപ്പി വെച്ചിരിക്കുന്നു. അങ്ങനെ ഞാൻ കുറച്ച് വെള്ളം മേടിച്ചിട്ട് കഴുകി വിട്ടേ. ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവം ചെയ്യാതിരിക്കണം, അതാണ് ഏറ്റവും മനുഷ്യന് വേണ്ടിയിട്ടുള്ള ഒരു നന്മ എന്ന് പറയുന്നത്. പാക്ക് ചെയ്യാനുള്ള ഐറ്റംസൊക്കെ എടുത്തിട്ട് നേരെ പാക്ക് ചെയ്യുന്ന വീട്ടിലോട്ട് വന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.